ഈ നിസ്കാരത്തിന്റെ മഹത്വം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഉസ്താദ് പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. ഒരാൾക്ക് അസ്ർ നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവന്റെ കുടുംബത്തിനും അവന്റെ സമ്പത്തിനും തകർച്ച സംഭവിച്ചു, ബറക്കത്ത് കുറഞ്ഞു, പലതും വരും. ഇടങ്ങേറൊക്കെ വരുമ്പോ നമ്മള് ചികിത്സക്കാരത്ത് പോയേക്കും, ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്തോ, കൃത്യമായിട്ട് അസ്റും നിസ്കരിക്കൂല, ഒന്നും നിസ്കരിക്കൂല. നമുക്കല്ലാതെ പിന്നെ ആർക്കും ഇടങ്ങേറ് വരിക? പിന്നെ അതിനാരെങ്കിലും ചെയ്തോ പോയോക്കിയിട്ട് കാര്യമുണ്ടോ? ഒറ്റ അസ്ർ നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ തകർച്ച സംഭവിക്കും, ആപത്ത് വരും, കുടുംബത്തിന് ആപത്ത് വരും, സമ്പത്തിൽ ആപത്ത് വരും, തകർച്ച വരും, കച്ചവടത്തിൽ നഷ്ടം വരും, ഒക്കെ സംഭവിക്കും. നല്ല കച്ചവടം ഉണ്ടായിരുന്നു, ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പൊ കച്ചവടം കുറച്ച് കമ്മിയാണ്. അസ്ർ നിസ്കാരം നിസ്കരിക്കല്ലേ ഉണ്ട്, ഇടക്കിടക്കൊക്കെ ഓരോന്ന് മിസ്സാകല്ല, അപ്പൊ മറ്റേത് മിസ്സാവും. പറഞ്ഞിട്ട് കാര്യമില്ല, അത് ലെവലായി കൂട്ടണം. കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുന്നറിയിപ്പ് നൽകിയ വിഷയമാണ്. അസ്ർ നിസ്കാരം ഒഴിവാക്കിയാൽ സമ്പത്തിനും കുടുംബത്തിനും തകർച്ച സംഭവിക്കും. ഒഴിവാക്കാൻ പാടില്ല, നല്ലോണം ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. അസ്ർ നിസ്കാരം ജമാഅത്തിൽ പങ്കെടുക്കാൻ എല്ലാ ജമാഅത്തിനും നിനക്ക് കഴിയുന്നില്ലെങ്കിൽ അസ്റിലും ഫജ്റിലെങ്കിലും നീ പങ്കെടുക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 5 വക്ത് നിസ്കാരത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യാണ്. 5-നും എത്താൻ കഴിയില്ലെങ്കിൽ സുബഹിക്കും അസ്റിനെങ്കിലും എത്താൻ കഴിയോ? എന്നാ നീ എങ്ങനെ സ്വീകരിക്കണം? എന്തേ അത് രണ്ടും എണ്ണി പറയാൻ കാരണം? ഖുർആനിലും അത് എടുത്തു പറയാൻ കാരണം മറ്റു 3 വക്ത് നിസ്കാരങ്ങൾക്കും ജമാഅത്തിനും ഇല്ലാത്ത പ്രത്യേകത അസ്റിനുണ്ട്, ഫജ്റിനും ഉണ്ട്. ഒരുപാട് പ്രത്യേകതകളിൽ ഒന്ന്, ഈ 2 നിസ്കാരത്തിനും 2 കൂട്ടം മലക്കുകൾ സംബന്ധിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, രാത്രി സമയത്ത് വരുന്ന ഒരു കൂട്ടം മലക്കുകളുണ്ട്, പകൽ സമയത്ത് വരുന്ന ഒരു കൂട്ടം മലക്കുകളുണ്ട്. 2 മലക്കുകളും ഒരുമിച്ച് കൂടുന്ന 2 വഖത്ത് അത് അസ്റും ഫജ്റുമാണ്. ജമാഅത്ത് കഴിഞ്ഞിട്ടാണ് അവര് പോകുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് നമ്മെപ്പറ്റി ചോദിക്കും. ചോദിക്കുന്ന സമയത്ത് അവർ റിസൾട്ട് പറയുന്നത് എന്താണെന്നറിയോ? അതൈനാഹും വഹും യുസല്ലൂന വറജഅനാഹും റജഅനാ അൻഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ ചെന്നപ്പോഴും അവർ നിസ്കരിക്കാണ്, ഞങ്ങൾ പോരുമ്പോഴും അവർ നിസ്കരിക്കാണ്. ഇപ്പൊ അസ്റിനൊരു കൂട്ടം മലക്കുകൾ വന്നു. ഇന്നലെ സുബഹിക്ക് വന്ന മലക്കുകള് സുബഹിക്കുണ്ട്, അതുപോലെ തന്നെ ളുഹ്റിനുമുണ്ട്. അസ്റും കഴിഞ്ഞിട്ട് ആ മലക്കുകൾ വാനിലേക്ക് ഉയർന്നു പോകും, അള്ളാഹുവിന്റെ ഹളറത്തിലേക്ക് അവര് പോകും. അവര് അസ്ർ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അസ്റിനൊരു പുതിയ കൂട്ടം മലക്കുകൾ വന്നു. 2 മലക്കുകൾ അസ്റിന്റെ ജമാഅത്തിലുണ്ട്. അസ്റിന് വന്നവർ ഓൾറെഡി ഇപ്പോഴുണ്ട്, അവര് മഗ്രിബിലുണ്ട്, ഒരു കൂട്ടം മാത്രമാണ്.